നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തീർത്തും ഭിന്ന വിധി എഴുതുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് ഡൽഹിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വോട്ടെടുപ്പ് നടന്നപ്പോഴൊക്കെ രണ്ട് വിധിയും തമ്മിൽ വലിയ അന്തരമുണ്ടായിട്ടുണ്ട്. ലോക്സഭയിലേക്ക് UDF-ഉം 2021 നിയമസഭയിലേക്ക് LDF-ഉം കേരളത്തിൽ വന്നതുപോലെയല്ല ഡൽഹി. ഒന്നും രണ്ടുമല്ല, 36% വോട്ടൊക്കെയാണ് ഡൽഹിയിൽ മാറി മറിയുന്നത്. 15 മുതൽ 40% വരെ വോട്ടർമാർ എങ്ങോട്ടും കൂറുമാറാമെന്നതാണ് ഡൽഹിയെ വ്യത്യസ്തമാക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുക്കാം ആദ്യം. ആം ആദ്മി പാർട്ടിക്ക് 2015 നിയമസഭയിലെ വോട്ടുമായി നോക്കിയാൽ നഷ്ടം 36%. BJPക്ക് 25% വോട്ട് കൂടുകയും ചെയ്തു. 8 മാസം കഴിഞ്ഞ് നടന്ന 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പോയ 36% വോട്ട് കൃത്യമായി അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് തിരികെ കിട്ടി. കോൺഗ്രസിനും BJPക്കും കൃത്യം 18% വീതം വോട്ട് നഷ്ടമാവുകയും ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36% വോട്ട് ഒലിച്ചുപോയ ആം ആദ്മി പാർട്ടിക്ക് 2020 അതേ 36% തിരികെ കിട്ടി എന്നു സാരം. ഇതുകൊണ്ടാണ് ഡൽഹി പാർട്ടികളെ വട്ടം ചുറ്റിക്കും എന്ന് പറയുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ആം ആദ്മി പാർട്ടിക്ക് കയ്യിൽ നിന്ന് പോയത് 30% വോട്ടാണ്. 15% കോൺഗ്രസിനും 16% BJPക്കും കൂടി. ആ കണക്ക് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് കുറഞ്ഞ 30% വോട്ടിൽ 10% പോയിരിക്കുന്നത് സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസിനാണ്. 4.25% വോട്ടിൽ നിന്ന് കോൺഗ്രസ് വളർന്നത് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ്. ഫലത്തിൽ 7 സീറ്റും ജയിച്ച BJPക്ക് 16% വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. ആം ആദ്മി പാർട്ടിക്ക് കുറഞ്ഞത് 20% മാത്രവുമാണ്. 2019 പോലെ വലിയൊരു ചാഞ്ചാട്ടമല്ല 2024 ഉണ്ടായത്. സീറ്റുകൾ BJP തൂത്തുവാരിയപ്പോഴും കെജ്രിവാളിന്റെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ എങ്ങും പോയിട്ടില്ല. ഇത്തവണ 2020 എന്നതുപോലെ 36% വോട്ട് കൂടുതൽ കിട്ടേണ്ട സ്ഥിതി ആം ആദ്മി പാർട്ടിക്കില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ 15% വോട്ട് കൂടിയാൽ തന്നെ 70-ൽ 50 സീറ്റ് കിട്ടും. BJPക്ക് ഭരണം കിട്ടണമെങ്കിൽ 2024 ലഭിച്ച വോട്ട് വിഹിതം നിലനിർത്തിയാൽ മതി. 70-ൽ 52 സീറ്റിലും മുന്നിൽ BJP ആയിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് മുന്നിലെത്തിയത് 18 നിയമസഭാ സീറ്റിൽ മാത്രവുമാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ അടിയൊഴുക്കുകൾ ഒരു തീർപ്പിനും വഴങ്ങുന്നതല്ല എന്ന് പറയുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.